Good morning. So, നമ്മൾ ഇന്ന് പ്ലാൻ പത്തോളജി AU എക്സാമിൻ്റെ PSC എക്സാമിൻ്റെ പ്ലാൻ പത്തോളജി സെക്ഷൻസിൽ വന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കഷനാണ് ഇന്നിവിടെ ചെയ്യുന്നത്. സോ പത്തോളജിയിൽ ചില ക്വസ്റ്റ്യൻസ് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ സം വെർ കൺഫ്യൂസിങ് ആയിരുന്നു. അബൌട്ട് ദ ലൈക്ക് റാങ്ക് ഡിറ്റർമിനിങ് ക്വസ്റ്റ്യൻസ് പോലെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. So, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. The first one was Phytophthora palmivora is characterized by മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. Globose or ovoid or ellipsoid or pear-shaped papillate codeous terminal sporangia with short pedicel, a simple sympodial sporangiospores. Chlamydospores were not produced. So, ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും അതിൽ വരാൻ ലൈക്ക് ആൻസറിൽ വരാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്. ക്ലമിഡോസ്പോസ് നോട്ട് പ്രൊഡ്യൂസ്. കാരണം എപ്പോഴും പറയുമായിരുന്നു സൂസ്പോസ്, ഊസ്പോസ് ആൻഡ് ക്ലമിഡോസ്പോസ് വർ ദ സ്പോസ് പ്രൊഡ്യൂസ് ബൈ ഫൈറ്റോഫ്തോറ ആണ്. സോ തേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് എയും സിയും മാത്രം രണ്ട് ഓപ്ഷനിലേക്ക് നമുക്ക് ആൻസർ ചുരുങ്ങി പോവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ദർ ഇസ് എ ഗ്ലോബോസ് ഓർ ഒവോയിഡ്, ഇവരൊരു പിയർ ഷേപ്ഡ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നുണ്ട്. പിന്നെ സിംപോഡിയൽ സ്പൊറാഞ്ചിയോസ്പോസ്, ഇത് രണ്ടും ആൻസറിൽ വരുന്നതാണ്. ഇത് ഫൈറ്റോഫ്തോറയുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് പിയർ ഷേപ്ഡ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. സോ 1 വിൽ ഡെഫിനറ്റ്ലി വിൽക്കം. അപ്പോൾ ഇനി 1ഉം 2 മാത്രമാണോ 1 മാത്രമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും വരിക. ദറ്റ് ഇസ് 2 ഇസ് ഓൾസോ ദർ. സി ഈ പിക്ചർ ഞാൻ ആ ക്ലാസ്സിൽ ഒരു ഫൈറ്റോഫ്തോറയുടെ ക്ലാസ് ഡിസീസസിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഈ പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ പിയർ ഷേപ്ഡ് ആണ്. പിന്നെ അതിൻ്റെ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് സിംപോഡിയൽ ടൈപ്പ് ഓഫ് ബ്രാഞ്ചിങ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഒരു ലെമൺ അല്ലെങ്കിൽ ഒരു പിയർ ഷേപ്ഡ് ആണ് അതിൻ്റെ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. സ്പൊറാഞ്ചിയോഫോഴ്സ് ഒരു സിംപോഡിയൽ ഷേപ്പാണ്, ബ്രാഞ്ചിങ് ആണ്. സോ ആൻസർ ഇസ് C 1 and 2. And the next question is, principle of exclusion in plant disease management is achieved through quarantine measures, inspection and certification, eradication of vectors, seed treatment. So here question പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. സോ ഇതിനകത്ത് ഞാൻ ക്ലാസ്സിൽ ഇതും പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ PSC തന്നിരിക്കുന്ന ആൻസർ കീയിൽ ആൻസർ എന്ന് പറയുന്ന ഓൾ ദി അബവ് ആണ്. പക്ഷേ ദി ആൻസർ ഷുഡ് ബി B 1 and 2 ആണ്. കാരണം ലൈക്ക് വെക്ടർ മാനേജ്മെൻറ്റും നമ്മുടെ സീഡ് ട്രീറ്റ്മെൻറ്റും എല്ലാം നമുക്കൊരു എക്സ്ക്ലൂഷൻ മെത്തേഡായിട്ട് പറയാൻ പറ്റില്ല. എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് എക്സ്റ്റാബ്ലിഷ് ആകാത്തൊരു ഡിസീസ് വേറൊരു സ്ഥലത്ത് നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുക. എന്നുവെച്ചാൽ ആ സ്ഥലത്ത് ഇല്ല, പക്ഷെ വേറെ സ്ഥലത്ത് നിന്ന് അത് വരാൻ പാടില്ല, അങ്ങനെയാണ്. സോ നമുക്ക് അതിൽ ക്വാറന്റൈൻ മെഷേഴ്സും നമുക്ക് സീഡ് ഇൻസ്പെക്ഷൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഡിസീസ് ഫ്രീ മെറ്റീരിയൽസ് ഒക്കെയാണ് നമുക്ക് അത് പറയാൻ പറ്റുക. നമുക്ക് ഈ വെക്ടേഴ്സും സീഡ് ട്രീറ്റ്മെൻറ്റും ഒരിക്കലും അത് എക്സ്ക്ലൂഷൻ മെത്തേഡായിട്ട് പറയില്ല. വി ക്യാൻ യൂസസ് ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ഇനോക്കുലം, ആ ഒരു മെത്തേഡ്സിലൊക്കെയാണ്. കാരണം സീഡ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കെമിക്കൽ യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു കൺട്രോൾ മെത്തേഡൊക്കെയാണ് പറയുന്നത്. എക്സ്ക്ലൂഷനിൽ പൊതുവെ റെഗുലേറ്ററി മെഷേഴ്സാണ് നമ്മൾ പറയുക, ലൈക്ക് സീഡ് സർട്ടിഫിക്കേഷൻസ്, ക്വാറന്റൈൻ മെഷേഴ്സ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക. സോ ഈ ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്നത് ഓൾ ദി അബോവ് എന്നാണ്, ബട്ട് അതങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സിംറ്റംസ് ഡെവലപ്ഡ് ഇൻ പിങ്ക് ഡിസീസ് ഓഫ് റബ്ബർ. ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പിങ്ക് ഡിസീസ് എന്ന് പറയുന്നത് പൊട്ടീഷ്യം സാൽമോണിക് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. നമ്മൾ അന്ന് സിംറ്റം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ലൈക്ക് വൈറ്റ് കോട്ട് പോലെ അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് ഫോർമേഷൻ ഒക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു സിൽക്കി ത്രെഡ് വരുന്നു, അത് സൺലൈറ്റ് വീഴുമ്പോൾ ഗ്ലോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എന്ന് പറയുന്നത് കോബ് വെബ് സ്റ്റേജ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് വിൽ ബി ഡെഫിനറ്റ്ലി കൊട്ടീഷ്യം സ്റ്റേജ് വരുന്നുണ്ട്. പിന്നെയും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നത്, ഓക്കെ ഫസ്റ്റും 3ഉം വന്നു, അപ്പോൾ തന്നെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ദെൻ നമുക്കിപ്പോൾ ഒരു ലൈക്ക്
കട്ട് ചെയ്ത ആൻസേഴ്സ് അങ്ങനെ ഒരു ഓപ്ഷനിൽ ചിന്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. സോ അടുത്ത ഓപ്ഷനിൽ നമുക്ക് ഇനിയിപ്പോൾ കൊട്ടേഷൻ ഫോം ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ്, നമുക്ക് ഒരു നെക്റ്റർ സ്റ്റേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് വന്ന നെക്കേറ്റഡ് സ്റ്റേജസ് വന്നാൽ മാത്രമേ അതിനൊരു കൊട്ടേഷൻ, അതിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജസിലാണ് കൊട്ടേഷൻ ഫോം ചെയ്യാം. സോ നമുക്ക് ഇതിനകത്ത് പിങ്ക് ഡിസീസ് ആയതുകൊണ്ട് നമുക്ക് എക്സുഡേഷൻസ് വരും, ലാറ്റസ് എക്സുഡേഷൻസ് വരും. ലാറ്റസ് എക്സുഡേഷൻസ് വന്ന് അങ്ങനെ റബ്ബറിൽ ലാക്ടസിൻ്റെ എക്സ്ക്യൂഡേഷൻസ് വന്ന് അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രാക്കിംഗ്, ബാർക്കിലൊക്കെ ക്രാക്കിംഗ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോളിയേജ് യെല്ലോയിങ് വരുന്നുണ്ട്. ദെൻ വി ഹാവ് ആ ലാക്ടെക്സ് എക്സ്യൂഡേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് പസ്റ്റുലാർ സ്റ്റേജ്, പസ്റ്യൂൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുന്നു. പിന്നെ ആ നെക്കേറ്റഡ് സ്റ്റേജ് വരുന്നത്. സോ ദി ആൻസർ സി ആണ്. ലാക്ടസ് സ്റ്റേജ്, cracking of bark and yellowing of foliage, pustular stage, നെക്കേറ്റഡ് സ്റ്റേജ്, കൊട്ടേഷൻ സ്റ്റേജ്. സോ ദിസ് ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ചും കൂടി ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഒത്തിരി ഡിസീസ് പഠിക്കുന്നതിൽ ഈ ഡിസീസ് നമ്മൾ അത്രയും സ്പെസിഫിക് ചെയ്യില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ഒത്തിരി ഇപ്പോൾ റബ്ബറിൽ തന്നെയാലും വേറെ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ഡിസീസസ് ഉണ്ട്. അപ്പോൾ ബട്ട് ഇവർ അത് സ്റ്റേജ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഇത് കുറച്ചും കൂടി എബോവ് ഒരു റാങ്ക് ഡിറ്റർമിനിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. കാരണം എല്ലാം വളരെ ആൻസേഴ്സും വളരെ കൺഫ്യൂസിങ് ആയിരുന്നു. Next is fungal pathogen resistant to carbendazim is also resistant to. സോ ഇതും ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം വി ഹാവ് ക്വസ്റ്റ്യൻസ് ഒരു ഡയറക്റ്റ്ലി ചോദിക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ സിമ്പിൾ ആയിരുന്നു. കാരണം കാർബൻഡാസിമിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗസ് വേറെ ഇത്. അപ്പോൾ കാർബൻഡാസിമിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഇൻസെക്ടിസൈഡ് ഏതാണെന്നുള്ളൊരു ചോദ്യം അവർ കുറച്ചൊന്ന് തിരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. ബട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് വരുമ്പോൾ തന്നെ കണ്ടോ എല്ലാം ലൈക്ക് ടൈഫനൈഡ് മീഥൈൽ, കിസോസിൻ മീഥൈൽ, അസ്ബെൻസോസ് മീഥൈൽ, ടെബുകൊനസോൾ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരും, ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. കാരണം ഒക്കെ മീഥൈൽ വരുന്നു. ആൻഡ് ടെബുകൊനസോൾ ഒരു വേറെ ഒരു ഇതാണ്, നമ്മൾ സ്റ്റിറോൾ ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരില്ല, കാർബൻഡാസിത്തിൽ വരില്ല എന്നുള്ളത് ഐ ഹോപ്പ് കാരണം ഹെക്സാകൊനസോൾ അത് അന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഹെക്സാകൊനസോൾ, പ്രൊപ്പിയോകൊനസോൾ, ടെബുകൊനസോൾ, അസോൾ ഗ്രൂപ്പ്സ് ഒക്കെ ട്രയസോൾ വരുന്നതുകൊണ്ട് കാർബൻഡാസിം അതിലല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദെൻ വി ഹാവ് ത്രീ മോർ ഓപ്ഷൻസ് ഉണ്ട്. തൈഫനൈഡ് മീഥൈൽ, കിസോസിൻ മീഥൈൽ. സോ ദ ആൻസർ ഇസ് തയോഫനൈഡ് മീഥൈൽ ആണ് അതിൻ്റെ കാർബൻഡാസിം റെസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ടഫ് ക്വസ്റ്റ്യൻ. Next is rod-shaped gram-positive aerobic plant pathogenic bacterium without flagella. This was a somewhat easy question because നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോസ്റ്റ്ലി പ്ലാന്റ് പത്തോജനിക് ബാക്ടീരിയാസ് എല്ലാം നമ്മൾ ഗ്രാം നെഗറ്റീവ് ആണ് മോസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ സാന്തോമോണാസ് വരില്ല, കാരണം സാന്തോമോണാസ് ഇസ് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ആൻഡ് agrobacterium erwinia ഇതെല്ലാം വരുന്നത്. erwinia is also a gram negative bacteria. സോ ഇതിനകത്ത് that is a gram positive bacteria ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് erwinia നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട്, ചിലപ്പോൾ ഇനി erwinia ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിരിക്കാം. ബട്ട് നമ്മൾ ഈ ഫ്ലജലേഷൻസ് പഠിച്ചപ്പോൾ erwiniയുടെ ഫ്ലജലേഷൻ്റെ പ്രത്യേകത എന്താണ്? ഫുൾ എൻറ്റയർ ബോഡി is covered with flagella. So automatically erwinia ആയില്ല. Then we have only agrobacterium and clavibacter. So the answer is clavibacter. Xanthomonas അല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം, കാരണം we know Xanthomonas is a gram negative bacteria. Next is white earhead that cannot be pulled from the base of the rice plant with grayish brown lesions on neck are the characteristic damage caused by. So ഇപ്പോൾ നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ വായിക്കും, പക്ഷെ നിങ്ങൾ ഇതൊന്ന് തറവായിട്ട് വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദിസ് ക്വസ്റ്റ്യൻ വാസ് കൺഫ്യൂസിങ് ബട്ട് ഇറ്റ് ഇസ് എൻ ഈസി ക്വസ്റ്റ്യൻ. കാരണം വായിച്ചതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമാണ്. ബിക്കോസ് വൈറ്റ് ഇയർ ഹെഡ് ദാറ്റ് കനോട്ട് ബി പുൾഡ് ഫ്രം ദ ബേസ് ഓഫ് ദ റൈസ് പ്ലാന്റ്. സോ ഒരു വൈറ്റ് ഇയർ ഹെഡ് ഫോർമേഷൻ ബേസിക്കലി സ്റ്റെംബോറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംറ്റമാണ്. സോ യു വിൽ ഹാവ് നിങ്ങൾക്കൊരു പെട്ടെന്ന് ഒരു ഇതുണ്ടാവും, ഒരു ആവേശം ഉണ്ടാവും, ഓക്കെ ദെൻ സ്റ്റെംബോറർ എന്ന് കുത്താൻ വേണ്ടിയിട്ട്. ബട്ട് റീഡ് ദ നെക്സ്റ്റ് സെന്റൻസ് വിത്ത് എ ഗ്രേഷ് ബ്രൗൺ ലീഷൻ ഓൺ ദ നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്.
grayish brown lesion on the neck. ഒരിക്കലും സ്റ്റെം ബോറർ ഒരു ഗ്രേയിഷ് ബ്രൗൺ ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, കാരണം അത് ബോറിംഗ് ആണ്, സക്കിങ് കൂടിയല്ല. സോ ഒരു നെക്ക് റീജിയൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതിൻ്റെയാണെന്നാണ് ആക്ച്വലി ഒരു നമ്മൾ പറഞ്ഞില്ലേ ബ്ലാസ്റ്റിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണ് പറഞ്ഞത്, നെക്ക് ബ്ലാസ്റ്റ്, ലീഫ് ബ്ലാസ്റ്റ്, നോഡൽ ബ്ലാസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് എ ഡാമേജ് കോസ്ഡ് ബൈ നെക്ക് ബ്ലാസ്റ്റ്. റാറ്റ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ട്രാഗേർഡ് സ്റ്റണ്ടും അല്ല, കാരണം സ്റ്റണ്ട് എന്ന് പറയുന്നത് അത് വൈറസ് കോസിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ദിറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ലീഷൻസ് ആൻഡ് ഓൾ. ആൻഡ് സോ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് വരും, സ്റ്റെം ബോററും ഒരു നെക്ക് ബ്ലാസ്റ്റ്. ഈ രണ്ട് ഓപ്ഷൻസിൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. സോ വൈറ്റ് ഇയർ ഹെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെം ബോറർ തോന്നിയേക്കാം, but they are telling with a grayish brown lesions. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ we have to go for neck blast. Next is flood fallowing for at least 6 weeks is an effective management strategy of. അപ്പോൾ ഫ്ലഡ് ഫാലോയിങ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് ഇവർ ചോദിക്കുന്നത്. സോ യു ലുക്ക് ദ ഓപ്ഷൻസ്. സ്യൂഡോസ്റ്റെം വീവൽ ആവില്ല എന്നറിയാം, ബിക്കോസ് സ്യൂഡോസ്റ്റെമിൽ എഫക്ട് ചെയ്യുന്ന ഒരു വീവലിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലഡിങ്ങിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ഇസ് ഫിസോറിയം വിൽറ്റ് ആൻഡ് മോക്കോ വിൽറ്റ്, ആൻഡ് ഓപ്ഷൻ ഇസ് ഡി, എ ആൻഡ് സി. സോ നിങ്ങൾക്കൊരു ഇതിനകത്ത് മോക്കോ വിൽറ്റ് എന്താണ്, അത് ഇറ്റ്സ് എ ബാക്ടീരിയൽ ഡിസീസും ഫിസോറിയം വിൽറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ഡിസീസുമാണ്. സോ ഒരു ബാക്ടീരിയൽ ഡിസീസിനും ഒരു ഫംഗൽ ഡിസീസിനും കൂടി ഫ്ലഡ് ഫാലോയിങ്ങിൻ്റെ ആവശ്യമില്ല. സോ ഇത് രണ്ടും കൂടെ ഒരു ഓപ്ഷനും വരില്ല. സോ ഡി ഈസ് എറൈസ്ഡ്, ഇതർ എ ഓർ ഇതർ സി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കുക, ബാക്ടീരിയൽ ഡിസീസിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ഫ്ലഡിംഗ് മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്താണ് പറയുന്നത്, ആക്ച്വലി ഇറ്റ് ഇസ് ഫോർ ഫംഗൽ ഡിസീസസിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിന്റെ ഫംഗൽ സ്പോർസിന്റെ ഡാമേജ് അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ഫിസോറിയം വിൽറ്റ്. Next is tolerance or resistance of a plant to one virus strain is induced by the systemic infection with the second is commercially exploited in. So this is a method of cross protection ആണ് ഈ tolerance or resistance. because ഒരു പ്ലാന്റിനെ നമ്മൾ ടോളറന്റ് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആക്കാൻ എന്ത് വേണം, നമ്മൾ അതിന്റെ മൈൽഡ് സ്ട്രെയിൻ എന്ന് പറയുന്നു. ആ വൈറസിന്റെ ഒരു വൈറസിന് നമ്മൾ അതിന്റെ മൈൽഡ് ആയിട്ടുള്ള നോൺ പത്തജനിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലാന്റ് അതിന് കുറച്ചും കൂടി റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ടോളറന്റ് ആവുന്നു. ഇതിന് നമ്മൾ ക്രോസ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഇസ് വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ് ഇൻ. നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നു, ഓക്കെ എയും ബിയും ഉണ്ട്, അപ്പോൾ നമ്മൾ എയും ബിയും ഉപയോഗിക്കാവുന്ന. നോ, ദി ആൻസർ ഇസ് സിട്രസ് ട്രിസ്റ്റിസ വൈറസ്. ഇറ്റ്സ് എ ക്രോസ് പ്രൊട്ടക്ഷൻ മെത്തേഡ് ഓൾസോ. നെക്സ്റ്റ് ഇസ് രണ്ട് സിംറ്റംസ് ആണ്, ദാറ്റ് ഇസ് അതൊരു രണ്ട് സിംറ്റംസ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ്, വെസ്കുലർ ഡിസ്കളറേഷൻ ഓഫ് സ്റ്റെം ആൻഡ് റെഡിഷ് അപ്പിയറൻസ് ഇൻ ദ പിത്ത് എക്സ്റ്റെൻഡിങ് ടുവേർഡ്സ് റൂട്ട് ഇസ് ഒബ്സർവ്ഡ് ഇൻ പ്ലാന്റ്സ് ഇൻഫെക്റ്റഡ് വിത്ത് Fusarium. The reddish brown lesion on stem near the soil line that girdle the stem resulting in hollow pith and drooping the plant is observed in Rhizoctonia. So the symptoms are yellowing of the leaf, vascular discolorations, എല്ലാം നമ്മൾ ഫിസോറിയം സിംറ്റം ആണ്. ഈവൻ നമ്മൾ പനാമ വിൽറ്റിൽ പോലും അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റെഡിഷ് ബ്രൗൺ ലീഷൻ ഓൺ ദ സ്റ്റെം നിയർ ദ സോയിൽ ലൈൻ ആൻഡ് ഗ്രിഡിൽ ദ സ്റ്റെം റിസൾട്ട്സ് ഇൻ ഹോളോ പിത്ത്. ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, റൈസക്ടോണിയ ഇത് തന്നെയാണോ? കാരണം റൈസക്ടോണിയ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് അമരാന്തസിന്റെ റൈസക്ടോണിയ ആണ്. അതൊരു ലീഫ് ബ്ലൈറ്റ് കൊണ്ടുവരുന്ന ഒരു പാത്തജൻ ആണ്. ബട്ട് നമ്മൾ ഈ കൗപ്പിയിലല്ല റൈസക്ടോണിയ ബെറ്റാറ്റിക്കോള അങ്ങനത്തെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലത്തെ സിംറ്റംസ് ആണ്. സോ ദ ആൻസർ ഇസ് ബോത്ത് 1 and 2 is correct. The answer is D. Next is tomato spotted wilt virus is transmitted by either at least ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം ബെമിസെറ്റ് അബാസി അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ബിക്കോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രിപ്സ് ആണ് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ്, GBNV എല്ലാം ത്രിപ്സ് ട്രാൻസ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമായിരുന്നു എന്ന് തോന്നുന്നു. ആൻഡ് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ത്രിപ്സ്, ദാറ്റ് ഇസ് ഫ്രാങ്കിയല്ല ഓക്സിഡന്റാലിസ്. അത് നോൺ പെർസിസ്റ്റന്റ് ആണോ പെർസിസ്റ്റന്റ് മാനർ ആണോ എന്നായിരിക്കും കൺഫ്യൂഷൻസ് വരിക. ആക്ച്വലി ഇറ്റ് ഇസ് എ പെർസിസ്റ്റന്റ് പ്രൊപഗേറ്റീവ് മാനർ ആണ്. അത് വൺസ് ആ ത്രെഡ്സ് ആ ഒരു ലൈക്ക് ബോഡിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ മൾട്ടിപ്ലൈ ഇൻസൈഡ് ദ വെക്ടർ ആണ്. മറ്റേ ബെബിസെറ്റ് അബാസി എല്ലാം സെമി പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് നോൺ പെർസിസ്റ്റന്റ് രീതിയിലൊക്കെയാണ്, നോൺ പെർസിസ്റ്റന്റ് സെമി പെർസിസ്റ്റന്റ് രീതിയിലാണ് ട്രാൻസ്മിഷൻ നടക്കുക. ബട്ട് വെൻ യു കം ടു ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ത്രിപ്സ്, ദാറ്റ് ഇസ് ഫ്രാങ്കിയല്ല ഓക്സിഡന്റാലിസ് ആണ് ഇൻ എ പെർസിസ്റ്റന്റ് പ്രൊപഗേറ്റീവ് മാനർ.